ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ണൂരുകാരുടെ സ്വന്തം ഇടിച്ചക്ക എന്ന് പറയും. നമ്മൾ ഇടിച്ചക്ക ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇടിച്ചക്ക ആദ്യം സ്ലൈസാക്കി വെച്ചു. ഇങ്ങനെ വട്ടത്തിലാക്കി മുറിച്ചിട്ടാണ് നമ്മളാക്കുന്നത്. അതങ്ങനെ റിങ്ങായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇനി അതിൻ്റെ സൈഡ് മുരുമുരു വരുന്ന ഭാഗമായിട്ട് ചെത്തി അതിൻ്റെ നടുവും പൊളന്ന് എന്നിട്ട് ചെയ്യുന്നതാണ്. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അത്ര വേറെ ആൾ ക്യാമറ പിടിക്കാനില്ലാത്തതിൻ്റെ ഡിഫക്റ്റാണ് ഈ കണ്ടത്. അതിൻ്റെ സൈഡൊക്കെ ചെത്തിയെടുത്ത് അതിനെ നേരെ പിളർന്നിടുകയാണ്. പിളർന്നിട്ടിട്ട് പിളർന്ന കഷ്ണങ്ങളാക്കിയിട്ടു. ഇനി അതിനെ ചെത്തിയെടുത്ത് അതിൻ്റെ നടുവിലെ തടിപ്പുള്ള ഭാഗം അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് കുക്കറിലിട്ട് ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് കുക്കറിലിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്ന് പിന്നെ അത് തണുത്തതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചു. പിന്നെ അത് കുക്കറിലിട്ട് വിസിൽ എടുത്തില്ല. പിന്നെ അത് പൊട്ടിച്ച് തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും ചതച്ചതിലോട്ട് ഇത് പൊട്ടിച്ച് ചേർക്കാറ്, പച്ചമുളകും അത് യോജിപ്പിച്ച് ചേർക്കാണ്. ഇതെല്ലാം മിക്സ് ചെയ്തു ചേർത്ത് ചട്ടി എടുത്തിട്ട് വെച്ചു. അതിലെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഇടിച്ചക്കൻ്റെ തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും മിക്സ് ചെയ്ത് വെച്ച് അതിലിട്ട് യോജിപ്പിച്ച് ഇതാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് തേച്ച് വെച്ചാൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. അതും കുറച്ച് ചെയ്ത് തേങ്ങയും ഉള്ളിയെല്ലാം അതിൽ കിടന്ന് വെന്തതിന് അടിപൊളി ഇടിച്ചക്കയാണ് ശരി. അത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കും. ഗോതമ്പുട്ടിട്ടാ